നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ അതായത് വെള്ളിയാഴ്ചയാണ് ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും ഓണം സെലിബ്രേഷൻ. അപ്പോൾ ഇന്ന് വേദയുടെ സ്കൂളിലും ഓണം സെലിബ്രേഷൻ ആയിരുന്നു. വേദ മസ്റ്റായിട്ടും എല്ലാ സെലിബ്രേഷൻസിനൊക്കെ പോവും. നേരത്തെ വിളിച്ചിട്ട് വരുമായിരുന്നു. ഇപ്പോൾ വേദ ഫുൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. തനിയെ തന്നെ റെഡിയായി. ഹെയർ മാത്രം ഞാനൊന്ന് കെട്ടിക്കൊടുത്തു. ഫ്ലവറല്ല, ആർട്ടിഫിഷ്യൽ ഫ്ലവറാട്ടോ. ഞാൻ ഒറിജിനൽ ഫ്ലവർ വാങ്ങിച്ച് വെച്ച് തരാടി എന്ന് പറഞ്ഞപ്പോൾ അവൾ കേൾക്കത്തില്ല. അവൾക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവർ അത് മതിയെന്ന്. അതെന്തുകൊണ്ടാണ് ആ വാശി പിടിച്ചെന്ന് അറിയത്തില്ല. മുടി അഴിച്ചിടാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട, എനിക്കിങ്ങനെ കെട്ടി വെച്ച് തന്നാൽ മതി, സ്കൂളിൽ ഡാൻസ് ഒക്കെ ഉണ്ട്, പിന്നെ ചൂടെടുത്താൽ എല്ലാം പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടി വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കെട്ടി വെച്ച് കൊടുത്തു. അങ്ങനെ 7:30 ആയപ്പോൾ വേദ സ്കൂളിൽ പോയ പാടെ തന്നെ ഞാൻ ഇറങ്ങി. വീട്ടിൽ രാവിലെ ദോശയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ദോശ മാവ് ഇരിപ്പുണ്ടായിരുന്നു. അമ്മ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ മാവ് അരച്ച് തന്നിട്ടാട്ടോ പോയത്. അതിൽ ദോശയെല്ലാം ചുട്ടു. കഞ്ഞി ഉച്ചയ്ക്ക് മതി എന്ന് പറഞ്ഞു. അങ്ങനെ കഞ്ഞിയെല്ലാം ഏട്ടനും വേദയ്ക്കും കൂടി സെറ്റാക്കിയിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോവാണ്. ഇന്ന് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്ന ഞാനാണ്. നാളെ മിക്കവാറും ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ പിന്നെ ഇനി വേദയ്ക്ക് സ്കൂളിലൂടെ ക്ലോസ് ചെയ്തല്ലോ, ചോറും കറിയൊന്നും വെച്ച് അവളെ സ്കൂളിലൊന്നും പറഞ്ഞു വിടണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് കരുതി. അച്ഛൻ വീട്ടിൽ പൊക്കോട്ടെ എന്ന് കരുതി. അച്ഛന് നിറയെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ഛന് ആക്ച്വലി പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് വേണം. അതിവിടെ വന്ന് നിന്നാൽ ആ ഒരു റെസ്റ്റ് കിട്ടത്തില്ല. ബെഡൊന്നും അച്ഛന് ശരിയാവത്തില്ല. അച്ഛന് ബെഡൊക്കെ നേരെ വന്നില്ലെങ്കിൽ ഫുൾ ബോഡി പെയിനും ദേഹമൊക്കെ നീരും ഒക്കെ ആവും കേട്ടോ. പിന്നെ നമ്മുടെ സാഹചര്യം ഇതായതുകൊണ്ട് അച്ഛൻ നിൽക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റിയപ്പോൾ ഞാൻ അച്ഛനോട് പൊക്കോളാൻ പറഞ്ഞു. ചീമയും കുഞ്ഞിയും കൂടെ വിളിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അച്ഛനെ പറഞ്ഞു വിട്ടു. അമ്മ റൂമിലുണ്ട്. അപ്പോൾ അമ്മ റൂമിൽ ഉറങ്ങുക എന്തോ ആണ്. ഞാനിപ്പോൾ ഹോസ്പിറ്റലാണുള്ളത്. അതിൻ്റേതായ ഡിസ്റ്റർബൻസ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ. എന്നിട്ട് ഞാനും ചീമയും കൂടെ അച്ഛനെ വിട്ട ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിൽ വന്നു. അപ്പോൾ ചീമ ഗീ റോസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഗീ റോസ്റ്റ് ഇന്നലെ മുതൽ ഇവിടെ ക്യാൻറ്റീനിൽ സദ്യ ഉണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിൽ ഇപ്പോൾ ഗീ റോസ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞു. എൻ്റെ ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ചീമ വട മാത്രം വാങ്ങിച്ചു വെച്ച് കഴിച്ചു. ഞാനും ഒരു ചായയും ഒരു എഗ് പഫ്സും വാങ്ങിച്ചു കഴിച്ചു കേട്ടോ. എനിക്കിവിടുത്തെ എഗ് പഫ്സ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എഗ് പഫ്സ് വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് റൂമിൽ ചെന്നപ്പോഴേക്കും തെറാപ്പിസ്റ്റ് ഡോക്ടർ വന്നിട്ട് അമ്മയെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുകയാണ്. പക്ഷേ ഇന്ന് അമ്മ ഭയങ്കര ടയേർഡാണ്. ഇന്നലെ അമ്മ ഓക്കെ ആയിരുന്നു. ഈ മുട്ട് നടത്തിച്ചതിൻ്റെ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ആ മുട്ടിൻ്റെ വേദനയിൽ ആശ്വാസമുണ്ട്. പക്ഷെ അമ്മയ്ക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല. തല ചുറ്റുന്നു, ദേഹം തളരും പോലെ, തലയ്ക്ക് വല്ലായിക, വൊമിറ്റ് ചെയ്യാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞു. എങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റെപ്പ് നടന്നപ്പോൾ അമ്മയ്ക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ എങ്കിൽ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് അമ്മ അവിടെ ഇരുത്തിയിട്ട് പോയതിൻ്റെ പിറകെ അമ്മ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ ഇൻഫോം ചെയ്തു. അപ്പോൾ എന്തൊക്കെയോ ടാബ്ലറ്റ്സ് പെയിനിന് വേണ്ടിയിട്ട്, അത്രയും 2 മുട്ടും കീറി മുറിച്ച് അതിൻ്റെ പെയിൻ ഇല്ല, ആ പെയിന് താങ്ങണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സ് ഉള്ളിൽ പോകണം. അപ്പോൾ അത് കൊടുത്തതിൻ്റെ ഒരു ക്ഷീണമാണ് കാണുന്നത്. അമ്മയ്ക്ക് ഇത്രയും വയ്യായിക പറഞ്ഞപ്പോൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് അമ്മ പതിയെ ഡോക്ടർ ടോയ്ലറ്റിലൊക്കെ പോകാനും അതിലിരിക്കുന്ന ഒരു ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. ടോയ്ലറ്റിൽ അമ്മ തനിയെ പോയി. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അമ്മയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാനോ ഇരിക്കാനോ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് കിടക്കുകയാണ്. വേദനയിൽ ഇന്നലത്തതിൽ നിന്നും അപേക്ഷിച്ച് ഇന്ന് വേദനയിൽ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആയിട്ടുള്ള ടോട്ടൽ കോസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ മൈക്ക് എടുത്തില്ല, അതുകൊണ്ട് വോയിസ് നല്ല ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ നല്ലതുപോയിട്ട് ചെയ്യണമെന്നുണ്ട്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമുക്ക് ഡിസ്ചാർജ് ആവാണ്ട് ടോട്ടൽ എത്ര എമൗണ്ട് ആവും എന്നുള്ളതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു എസ്റ്റിമേറ്റ് അവർ 5 ഡേയ്സിനാണ് പറഞ്ഞിട്ടുള്ളത്. 5 ഡേയ്സാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നാളെ ആകുമ്പോൾ 5 ഡേയ്സ് ആവുന്നുണ്ട്. അപ്പോൾ 5 ഡേയ്സിന് ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആവുമോ, അതിൽ കൂടുതലാവുമോ, അതിൽ കുറഞ്ഞാവുമോ ഒന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ബില്ല് വന്ന ശേഷം ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതൊരു എസ്റ്റിമേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, അമ്മയ്ക്ക് റോബോട്ടിക് സർജറിയാണ് ചെയ്തത്. നോർമൽ അല്ലാത്ത നീ ട്രാൻസ്പ്ലാന്റേഷനും ചെയ്യാം. പക്ഷേ റോബോട്ടാകുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. റോബോട്ടാണ് അത് കട്ട് ചെയ്തിട്ട്, ഡോക്ടേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. അത് കറക്റ്റ് മെഷർമെൻറ്റിലൊക്കെ എടുക്കുന്നത് റോബോട്ടാണ് കേട്ടോ. മറ്റേത് നമ്മൾ മാനുവലി അല്ലാതെ ചെയ്യുമ്പോൾ ആ മെഷർമെൻറ്റിലൊക്കെ വേരിയേഷൻസ് ഒക്കെ വരാം. ഇത് റോബോട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഏതാണെന്നുള്ളതെല്ലാം അമ്മയുടെ റിക്കവറി അനുസരിച്ച്, അമ്മയുടെ പെയിനും അമ്മ നടക്കുന്നതും ഒക്കെ നമുക്ക് ലൈവായിട്ട് വീഡിയോയിൽ കണ്ടറിയാം. നമുക്കതനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങളിൽ ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഓരോ അമ്മയുടെ പടികളും ഞാൻ കാണിച്ചു തരാം.
പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റട്ടെ, നല്ല രീതിയിൽ ഓടിച്ചാടി നടക്കാൻ പറ്റട്ടെ, നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് ആയിട്ടുണ്ട് കയ്യിൽ നിന്ന്. അപ്പോൾ കിടന്നെല്ലാം മുടി ജടയൊക്കെ കെട്ടിത്തുടങ്ങി, അതിനെല്ലാം ഞാൻ അഴിച്ച് പറക്കി കൊടുക്കുകയാണ്. ഞങ്ങട്ട് വെട്ടിക്കളയട്ടെ എന്ന് വെച്ചപ്പോൾ മിണ്ടാതെ അങ്ങനെ ഇരിക്കുക കേട്ടോ. ഒന്നിനും വയ്യ, ഒന്നും പറയാൻ വയ്യ. കുറച്ച് സമയം ചെയറിലിരുന്നിട്ട് എഴുന്നേറ്റപ്പോൾ ഭയങ്കരമായിട്ട് പെയിനാണെന്ന് പറഞ്ഞു. എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എഴുന്നേറ്റപ്പോൾ നല്ല പെയിനാന്ന് പറഞ്ഞു. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഫുഡെല്ലാം വന്നു. അമ്മ ഫുഡ് ഒട്ടും കഴിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പറഞ്ഞു. അമ്മ കഞ്ഞിയും പയറുതോരനും ഒക്കെയാണ് പറഞ്ഞത്. കഞ്ഞിയുടെ കൂടെ ഉള്ളതാണ് കേട്ടോ പയറുതോരൻ. പക്ഷെ കഞ്ഞി കുടിക്കേണ്ട, പയറുതോരനെങ്കിലും അറ്റ്ലീസ്റ്റ് കഴിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല. പിന്നെ വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ വെജിറ്റബിൾസൊക്കെ നിർബന്ധിച്ച് കൊടുത്തു. അതൊന്ന് കൊടുത്തു കഴിഞ്ഞ ശേഷം കുറച്ചൊന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട്. മാത്രമല്ല മെഡിസിൻസിൻ്റെ ടാബ്ലറ്റ്സ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം ഇഞ്ചക്ഷൻ ആട്ടോ, ട്രിപ്പ് വഴിയാണ് പോകുന്നത്. അതിൻ്റെയൊക്കെ സെഡേഷനൊക്കെ പോയപ്പോഴേക്കും അമ്മയെ കുറച്ചൊന്ന് ഓക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് കഞ്ഞിയും കുടിച്ചുകൊണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഉറങ്ങി. ഒരു പെയിൻ കില്ലർ കൂടെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഒരു ചെറിയ ആശ്വാസം വന്നേ. ഒന്ന് തല പൊക്കുമെങ്കിൽ ആദ്യം ചോദിക്കുന്ന ഫോണാണ്. വേറെ ഒന്നുമല്ല കേട്ടോ. എൻ്റെ യൂട്യൂബിൽ നമ്മളിടുന്ന വീഡിയോസ് സ്റ്റാറ്റസ് ഇടുക, അതിൽ വന്ന കമൻസ് റീഡ് ചെയ്യുക. ഇതിന് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും ഫോണിൽ നോക്കാറുമില്ല, നോക്കുന്നുമില്ല. പിന്നെ ടി വിയിൽ സീരിയൽസ് ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനൊന്നും എഴുന്നേറ്റിരിക്കാൻ വയ്യ കേട്ടോ. ചീമ ഇതിനിടയ്ക്ക് ചായ എന്തോ കുടിക്കാനായിട്ട് പോയി. ഞാൻ പറഞ്ഞു എനിക്കൂടെ ഒരു ചായ വാങ്ങിച്ചിട്ട് വടിയെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പോയി. കുഞ്ഞുറങ്ങി കിടക്കാണ്. 5 മിനിറ്റ് തുറക്കമാണ് കുഞ്ഞിക്ക്. 5 മിനിറ്റ് ഉറങ്ങും, അപ്പം തന്നെ ചാടി എഴുന്നേൽക്കുന്നതും കാണാം കേട്ടോ. അമ്മ സീരിയൽ കാണാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു യൂട്യൂബ് ഇട്ട് തരാമെന്ന് പറഞ്ഞ് എൻ്റെ യൂട്യൂബൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷെ അതും അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിൽ സ്റ്റാറ്റസ് ഇട്ട് കമൻസും റീഡ് ചെയ്തു. ആക്ച്വലി ഞാൻ വോയിസ് ചെയ്യാമെന്ന് കരുതിയതാണ് ലൈവായിട്ട്. ഇന്നും മൈക്ക് എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ നമുക്ക് ആയിട്ടുള്ള ടോട്ടൽ കോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി. പക്ഷെ ഞാൻ പറഞ്ഞില്ല, മൈക്കൊക്കെ എടുക്കാൻ വിട്ടുപോയി. മാത്രമല്ല ഇന്നലെ അമ്മ ഓക്കെ ആയിരുന്നു. ആ മുട്ടിൻ്റെ ഒരു വേദന അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ആ മുട്ടിൻ്റെ വേദന അമ്മയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്. വോക്കറിലൊക്കെ നടന്നു, തനിയെ ടോയ്ലറ്റിൽ പോയി. പക്ഷേ മരുന്നിൻ്റെയൊക്കെ മെഡിസിൻ്റെ സെഡേഷൻ അമ്മയ്ക്ക് നന്നായിട്ടുണ്ട്. എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഉറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് സംസാരിക്കാൻ കുറച്ച് വയ്യായിക ഉള്ളത് കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഡേ ടോട്ടൽ കോസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഞാൻ അമ്മയെക്കൊണ്ട് തന്നെ അമ്മയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാതെ. അപ്പോൾ ഞാൻ കരുതി മൈക്കില്ലാണ്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് വോയിസിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും. ഇന്നിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഞാനാണ്. അച്ഛനോട് വരണ്ടെന്ന് പറഞ്ഞു. വേദയ്ക്ക് ഇന്ന് സ്കൂൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നാളെ സ്കൂളിലൊന്നും വിടണ്ടല്ലോ. അപ്പോൾ അവൾ നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു. ചീമയും കുഞ്ഞിയൊക്കെ ഉണ്ട്. ചീമ വൈകുന്നേരം പോവും. ആരോ വന്നു, നോക്കട്ടെ. സിസ്റ്റർ ട്രിപ്പ് ഇടാനായിട്ട് വന്നതാണ്. എങ്ങനെയുണ്ട് പ്രേക്ഷകരോട് പറയൂ. വേദന ഇന്നലത്തെക്കാട്ട് കുറവില്ലേ? കുറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പം നടക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് കൂടി. ഇന്നലെ ക്ഷീണമില്ലായിരുന്നു, സ്മാർട്ടായിരുന്നു. പക്ഷെ ഇന്ന് ഭയങ്കര ക്ഷീണം. അപ്പോൾ ഒരു മെഡിസിൻ കൊടുത്തതിൻ്റെ ആണ് അത് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. വൊമിറ്റൊക്കെ ചെയ്തു കേട്ടോ. വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വൈകുന്നേരം ഫിസിയോതെറാപ്പിസ്റ്റ് വരും. ആ സമയം നിങ്ങൾ കിടന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ക്ഷീണം മാറും. രാവിലെ വന്നപ്പോൾ അമ്മയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല, തല ചുറ്റി വീഴും പോലെ ആയി. പിന്നെ പറഞ്ഞെങ്കിൽ ഈവനിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. ഈവനിങ് വരുമ്പോൾ സ്മാർട്ടായി നിൽക്കണം, എങ്കിലേ നമുക്ക് നാളെ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഷീസ് ഓക്കെ. ബട്ട് 2 മുട്ടും മാറ്റി കീറി മുറിച്ച് ഒക്കെ വച്ചിരിക്കുകയല്ലേ. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യം ഉണ്ടാവും. അമ്മയ്ക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞു. പക്ഷെ കഞ്ഞിയെല്ലാം ഹെവി ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു. സിസ്റ്റർ വന്നേ. ട്രിപ്പ് ഇടാനുണ്ടായിരുന്നു, ഇട്ടിട്ട് ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ എപ്പിഡ്യൂറലോ അങ്ങനെ എന്തോ ഒരു സാധനം, അനസ്തേഷ്യയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് പോലെ ബാക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മെഡിസിൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞു, അതും റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തോ ഒരു പാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പെയിൻ കില്ലർ ആണെന്ന് തോന്നുന്നു. പാച്ച് റിമൂവ് ചെയ്യാൻ പറയുന്നത് കണ്ടു. അങ്ങനെ അത് വെച്ചിരുന്നാലും ചിലർക്ക് തല ചുറ്റും അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അതെല്ലാം ഓൾമോസ്റ്റ് മാറ്റിയിരിക്കുകയാണ്. ഇനി ട്രിപ്പിൻ്റെ ഇതൊരു മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അമ്മ കുറച്ചൊന്ന് റിലാക്സ് ആയി, കുറച്ച് സാധനങ്ങളൊക്കെ ഊരി മാറ്റിയപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് ഡോക്ടർ ഇപ്പം വന്നിരുന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഓരോ അരമണിക്കൂറിലും 15 മിനിറ്റ് ഫിസിയോ ചെയ്യുക.
അവർ രാവിലെ വൈകിട്ടേ വരത്തുള്ളൂ. നമ്മൾ ചെയ്യുക നടക്കുകയൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറഞ്ഞു. ഉറങ്ങി എഴുന്നേറ്റ് നമുക്ക് ഒന്ന് ആക്റ്റീവ് ആവണം. ഇപ്പോൾ കുറച്ച് കഞ്ഞിയൊക്കെ നിർബന്ധിച്ച് ഞാൻ ജീമയെ കൂടെ കൊടുത്തു. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സ്മാർട്ടായി. ഇനി ഉറങ്ങി എഴുന്നേറ്റിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോവാം. ഒന്ന് സ്മാർട്ടാക്കിയാലേ നമുക്ക് നാളെ പോകാൻ പറ്റൂ. അവർ നന്നായിട്ട് നടത്തിയ ശേഷം മാത്രമേ വീട്ടിലേക്ക് വിടൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ അമ്മയെ സ്മാർട്ട് ആക്കണം. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ഞാനൊരു ചായ, എനിക്ക് മെഷീൻ ടീ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ മെഷീൻ ടീ ഞാൻ വാങ്ങി. ചീമയ്ക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചീമ കോഫിയുടെ ആളാണ്. അവിടെ നിന്നൊരു കോഫി വാങ്ങിച്ചു. ചീമ പറയുന്നു ഇവിടുത്തെ കോഫി നല്ല കോഫിയാണെന്ന്. എന്നിട്ട് സ്നാക്സ് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ അവളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എനിക്കും ഒന്നും വേണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ ബൺ മസ്ക ഇരുന്ന് മാടി വിളിച്ചത് കൊണ്ട് ബൺ മസ്ക ഒരെണ്ണം വാങ്ങി ഞാനും അവളും കൂടി 50-50 ആയിട്ട് എടുത്തേ. നമ്മൾ ആക്ച്വലി ഇവിടെ ഹോസ്പിറ്റലിൽ തിന്നാൻ വരുന്നതാണോ എന്ന് കുറച്ച് പേരല്ല 1-2 പേര് കമൻറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലാണെന്നും പറഞ്ഞ് മനുഷ്യരല്ലേ, ഞങ്ങൾക്ക് വിശപ്പും ദാഹമൊന്നും ഉണ്ടാകത്തില്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ വാങ്ങി കഴിക്കുന്നത്, നിങ്ങൾക്ക് എന്താ? ഹോസ്പിറ്റലായതുകൊണ്ട് കഞ്ഞിയും പയറും തന്നെ വാങ്ങി കഴിക്കണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? അവിടെ എല്ലാ സാധനവും ഉണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ വാങ്ങിച്ചു കഴിച്ചു, അത്ര തന്നെ. ഇന്നിപ്പോൾ ഞാനിവിടെ സ്റ്റേ ആയതുകൊണ്ട് തിരിച്ച് ചീമയും കുഞ്ഞിനെയും ഡ്രോപ്പ് ചെയ്യാനായിട്ട് ആരുമില്ല. സച്ചിനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരൊരു ഊബർ വിളിച്ച് പോവുകയാണ് ചെയ്തത് കേട്ടോ. കുഞ്ഞു പെണ്ണ് ഭയങ്കര വിഷമം ഇവിടം വിട്ട് പോയപ്പോൾ. അവൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ആക്റ്റീവാണ്. ഇവിടെ വന്നാൽ വിളിയും ബഹളവും ചിരിയും. അവൾക്ക് ആൾക്കാരെ കാണാനും ലൈറ്റ് കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവരോട് ടാറ്റ പറഞ്ഞിട്ട് പോയേ. ഇത്രേ സമയവും കിറങ്ങി കിടന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് ക്ഷീണമൊക്കെ മാറിയില്ലേ? കുറച്ച് നിർബന്ധിച്ച് പാല്, പിന്നെ എന്തൊക്കെ കൊടുത്ത്, വെള്ളം ശരിക്കും കൊടുത്ത്, വെജിറ്റബിൾസ് കുറച്ച് കഴിച്ച്, പഴം കഴിക്കുന്നുണ്ട്, കഞ്ഞി കുടിച്ചില്ല, പ്രോട്ടീൻ ഒന്നും കഴിക്കുന്നില്ല. പ്രോട്ടീൻ കഴിച്ചാലേ നമ്മുടെ വൂണ്ട് പെട്ടെന്ന് ഹീലാവുള്ളൂ. പക്ഷെ അതൊന്നും കഴിക്കില്ല. രാത്രി മുട്ടക്കറി ഇങ്ങനെ പറയാം. ഇപ്പം ജസ്റ്റ് ഒന്ന് വാക്കറിൽ 2-3 സ്റ്റെപ്പൊക്കെ നടന്നു. പെയിനുണ്ട്. പക്ഷേ ഒരുപാട് പെയിൻ കില്ലേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി ഇപ്പോൾ ട്രിപ്പ് വഴി മാത്രമാണ് പെയിൻ കില്ലർ പോകുന്നത്. അപ്പം അതിൻ്റെ മറ്റുള്ള മെഡിസിൻ തന്നപ്പോഴാണ് ഈ ക്ഷീണം വന്നത്. അതുകൊണ്ടാണ് അതെല്ലാം മാറ്റിയത്. ഇപ്പം ഇത് വഴി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആക്ച്വലി നമ്മളെ ഡോക്ടർ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. എങ്കിലും മെസ്സേജസും കാര്യങ്ങളൊക്കെ ഇട്ട് ചോദിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം കറക്റ്റ് ചോദിക്കുന്നുണ്ട്. അപ്ഡേഷൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. പറഞ്ഞു പുള്ളി ഉണ്ടാവില്ല എന്ന്. പക്ഷെ നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്തത് കൊണ്ട്, നമുക്ക് വേണമെന്ന് നിർബന്ധം പിടിച്ചത് കൊണ്ടാണ് നമ്മൾ ചെയ്തത്. എന്തായാലും അമ്മ ഒന്ന് പെയിൻ എല്ലാം ട്രിപ്പിലൂടെ പെയിൻ കില്ലറെല്ലാം കൊടുത്തൊന്ന് പെയിൻ എല്ലാം മാറി വരുമ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് വരും. പുള്ളി ചെയ്യിക്കും കേട്ടോ. അപ്പം എന്നോട് പറയണം ഇനി ഫിസിയോതെറാപ്പിസ്റ്റ് ഒന്നും ഞാൻ നടന്നെന്ന് പറ, ഇനി ചെയ്യിപ്പിക്കണ്ടെന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്, അമ്മ ചെയ്യുന്നുണ്ട്. ഇനി ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ട് പ്രാവശ്യം നടക്കും. ഇനി ഞാൻ വീണ്ടും രാത്രി ഒന്നുകൂടെ നടപ്പിക്കും. എങ്കിലേ നമുക്ക് നാളെ പോകാൻ പറ്റൂ. അമ്മ എങ്ങനെ നാളെ ഇരിക്കുന്നോ അതനുസരിച്ച് നമുക്ക് പോവാം. ആക്ച്വലി 5 days ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡിപ്പെൻസ്, പേഷ്യൻ്റ് എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും. അമ്മ കുറച്ചുകൂടെ ആക്റ്റീവ് ആവുകയാണെങ്കിൽ നാളെ പോവും. ഇല്ല എങ്കിൽ 7 days ആണ് പറയുന്നത്. നോർമലി 5 days ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും അമ്മയുടെ കണ്ടീഷൻ എങ്ങനെയൊക്കെ നോക്കട്ടെ. ചീമയും കൊച്ചും പോയേട്ടോ. കാരണം റോഡൊക്കെ ഫുൾ ബ്ലോക്ക്. അവൾ 3 മണിക്കേ പോകാൻ നിന്നതാണ്. അപ്പോൾ പോകാൻ പറ്റിയില്ല. പിന്നെ അവൾ 5 മണിയായപ്പോൾ കാറ് ബുക്ക് ചെയ്ത് കണ്ടല്ലോ പോയി. ഇനി എപ്പോഴും വീടെത്തുന്നു എന്ന് അറിയത്തില്ല. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛനോട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞു. നാളെ പോകാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഭാഗ്യമല്ലേ. അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു ദിവസം ഞാൻ നിൽക്കാം, നാളെ അങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് നിൽക്കുന്നു. പിന്നെന്താണ്? പിന്നെ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് തരട്ടെ? ഫ്രൂട്ട് എനിക്കൊന്നും വേണ്ട. എങ്കിലും ഞാൻ പറഞ്ഞൊരു ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഡ്രാഗൺ ഫ്രൂട്ട് അത്രയും കഴിച്ചു കേട്ടോ. പിന്നെ പഴം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ഏട്ടൻ വന്നപ്പോഴും പഴം വാങ്ങിച്ചിട്ട് വന്നു. ഇന്നലെ ഞാനും ഏട്ടനും കൂടി പോയി വാങ്ങിയപ്പോഴും പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പഴം മാത്രം കഴിക്കുന്നുണ്ട്. പഴം ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്. പക്ഷേ വേറെ ഫ്രൂട്ട്സ്, പൊമഗ്രാനറ്റൊക്കെ ചെത്തി കൊടുത്തിട്ട് അതൊന്നും വേണ്ട, ഫുഡൊന്നും കഴിക്കുന്നില്ല. മുട്ടയൊക്കെ നിർബന്ധിച്ചാണ് കഴിപ്പിക്കുന്നത്. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് ചെത്തി കൊടുത്തു. അതിന് ഫുള്ള് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ സന്തോഷമായി. അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. ഇന്നത്തേത് പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ ഒരു സൈഡ് എനിക്ക് കേടായതുപോലെ ഇരിക്കുന്നത് കണ്ടോ. അങ്ങനെ ഞാൻ പുഴു ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പുഴു ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് മധുരമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു വികാരമില്ലാത്ത ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. പക്ഷെ നാളെ ലുലുന്ന് വാങ്ങിയതും കൊള്ളായിരുന്നു. അത് പഴുക്കുമ്പോൾ നല്ല മധുരമുണ്ട്. നല്ല മധുരമല്ല എങ്കിലും മധുരമുണ്ട്. കഴിക്കാൻ കൊള്ളാം. മറ്റത് ഒരു ടേസ്റ്റും ഉണ്ടാവില്ലേ. അന്ന് ലുലുന്ന് വാങ്ങിയതും ആദ്യം വാങ്ങിയത് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തേത് കുറച്ച് മധുരമൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പിങ്ക് കളറാണ്. നല്ല പഴുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടാവാം നല്ല മധുരമല്ല എങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മധുരമൊക്കെ ഉണ്ട്.
പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല. എങ്കിലും നമ്മൾ ചില കടകളിൽ നിന്ന് വാങ്ങും പോലെ അല്ല കേട്ടോ. അത്രയും പഴുത്തത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇത് കഴിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതോ ഇനി പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് ആണോ വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ടിന് വേറെ ടേസ്റ്റ് ആണോ ഒന്നും അറിയത്തില്ലേ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഫ്രൂട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെത്തി എൻ്റെ കയ്യിലും ഫുൾ പിങ്കായി, അമ്മയുടെ കയ്യിലും ഫുൾ പിങ്കായേ. ഞങ്ങൾ ഇത് കൊണ്ട് ഏത് വൈറ്റ് ഡ്രസ്സിലോ അമ്മ ഇടിയപ്പമാണെന്ന് ഈവനിങ് ഡിന്നറായിട്ട് കഴിച്ചതേ, ആ ഇടിയപ്പത്തിൽ വരെ പിങ്ക് കളർ, പിടിക്കുന്ന ഡ്രസ്സിൽ വരെ പിങ്ക് കളർ ആവുന്നുണ്ട്. ഇനി അത് ആഡഡ് കളറാണോ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കളർ ഇതാണോ, അത് കഴിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. എന്തായാലും അമ്മ അത് കംപ്ലീറ്റ് കഴിപ്പിച്ചു. ഞാൻ പിന്നെ ധാരാളം വെള്ളവും കുടിപ്പിച്ചു കേട്ടോ. വെള്ളം കുടിപ്പിക്കുന്നതിൽ ഞാൻ ഒരു കുറവും വരുത്തില്ല. നമുക്ക് ആ യൂറിൻ അതിൽ വന്ന് സ്റ്റോർ ആകുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വന്നപ്പോൾ ICU നിന്ന് വന്നപ്പോൾ നല്ല പ്യൂർ വൈറ്റ് ആയിട്ടുള്ള യൂറിനായിരുന്നു. പിന്നീട് അത് യെല്ലോയിഷ് റെഡ് പോലെ ആവാൻ തുടങ്ങി. വെള്ളം കൂടി കുറഞ്ഞപ്പോൾ അത് നല്ല ഡാർക്ക് യെല്ലോ ആയി. റെഡല്ല, ഡാർക്ക് യെല്ലോ ആയി. പിന്നെ ഞാൻ വെള്ളം കുടിപ്പിച്ചപ്പോൾ വീണ്ടും യൂറിൻ വൈറ്റ് കളറായി കേട്ടോ. ഇനി വെള്ളം കൂടി കുടിക്കാണ്ടിരുന്ന ഡീഹൈഡ്രേറ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷനോ അങ്ങനെ ഒന്നും വരണ്ടാന്ന് കരുതിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സിപ്പ് കുടിക്കത്തുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ 5 മിനിറ്റ് 15 മിനിറ്റിലും പിന്നെ ഉറങ്ങുമ്പോൾ ഇല്ല, ഉണരുമ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇവിടെ വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. അതിൽ കോൾഡ് വാട്ടർ എടുക്കാം, നോർമൽ വാട്ടർ എടുക്കാം, ഹോട്ട് വാട്ടർ എടുക്കാം. അപ്പോൾ നോർമൽ വാട്ടറും ഹോട്ട് വാട്ടറും കൂടി മിക്സ് ചെയ്താണ് എടുക്കുന്നത്. സത്യമായിട്ടും ഈ ഒരു സെറ്റപ്പ് ഉള്ളത് കൊണ്ട് എല്ലാ ഹോസ്പിറ്റലിലും വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. പക്ഷേ ഈ ഒരു പ്യൂരിഫയറിന് എനിക്കെന്തോ കുറച്ചുകൂടെ നല്ല പ്യൂരിഫയർ ആയിട്ട് തോന്നി. അതുകൊണ്ട് നമ്മൾ എത്ര ബോട്ടിൽ വാട്ടർ വാങ്ങുന്നതിൽ ലാഭമെന്ന് അറിയാമോ, ഇതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. നല്ല പ്യൂരിഫയർ ആണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണേ. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് റൂമിലൊക്കെ വന്നപ്പോഴേക്കും നമ്മുടെ തെറാപ്പിസ്റ്റ് ഡോക്ടർ വന്നു. അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അമ്മ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഇന്നലെ ചെയ്തതിനെക്കാട്ടിയും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കള്ളിയാണ് കേട്ടോ, ഞാൻ ചെയ്യിപ്പിക്കുമ്പോൾ ചെയ്യുന്നില്ല, എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല, ഞാൻ വല്ലതും വിളിച്ച് പറയും കേട്ടോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നോട് ചാടിക്കടിക്കാൻ നിൽക്കുകയാണേ. അപ്പോൾ ഞാനങ്ങ് അയ്യോ പാവം വേദന കൊണ്ട് ചെയ്യുന്നില്ല എന്ന്. പക്ഷേ ഡോക്ടർ വരുമ്പോൾ ഉണ്ടല്ലോ പറയുന്നത് പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേദന ഉണ്ടെങ്കിലും ഡോക്ടർ പറയുമ്പോൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ എന്നോട് ഭയങ്കര ദേഷ്യം. അപ്പോൾ ഇത്രയൊന്നും ഞാൻ പറഞ്ഞാൽ കാല് പൊക്കത്തില്ല, ഞാനൊരു സപ്പോർട്ട് കൊടുക്കാതെ പൊക്കയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് വേണം എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവാൻ, അവരത് ചെയ്യണം, അത് ചെയ്യാനായിട്ട് നിങ്ങളൊരു മോട്ടിവേഷൻ കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ വലിയൊന്ന് ജാടയൊക്കെ കയറിയിട്ട് 2 സ്റ്റെപ്പൊക്കെ നടക്കുകയെല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ ഫ്രണ്ടിലോട്ടൊക്കെ നടത്തിച്ചു, ഡോറിൻ്റെ വെളിയിലേക്കൊക്കെ നടത്തിച്ചു. പിന്നെ നടക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് വയ്യ ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി ഓക്കെ തിരിച്ച് ബെഡിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഡോക്ടർ ഗണേഷ് ഡോക്ടർ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഔട്ട്ഡോർ സ്റ്റേഷനാണ്. എങ്കിലും പോകുന്നതിന് മുന്നേ പറഞ്ഞിട്ട് പോയി, ഒരു 2 വീക്സോളം ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫിസിയോതെറാപ്പി ഒന്നും വേണ്ട, എങ്കിലും ചെയ്യാതിരിക്കരുത്, അത് 2 വീക്സ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡോക്ടർ നമ്മുടെ വീഡിയോയിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് ഈ റോബോട്ടിക് സർജറിയെ പറ്റിയൊക്കെ പറയും. നമുക്കും ആദ്യം ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു, ഏതായാലും കീറി മുറിച്ചിട്ട് തന്നെയല്ലേ വയ്ക്കുന്നത്, പിന്നെ റോബോട്ടിക് ആയാലും എന്താ അല്ലാത്തതായാലും എന്തെന്നൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് തന്നു. അപ്പോൾ നമുക്കത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് കാശ് കൂടിയാലും അതിൻ്റേതായ റിസൾട്ട് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് കരുതി. അമ്മ കരുതിയത് റോബോട്ടിക് സർജറി കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് കരുതിയത്. പക്ഷേ സർജറി ഏതായാലും നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ചെയറിലിരിക്കാനാണ് അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട്, ഇരുന്നിട്ട് എഴുന്നേക്കാനൊക്കെ. പക്ഷേ ഇരുന്നല്ലേ പറ്റത്തുള്ളൂ, ഇരുത്തിച്ചു. പിന്നെ ഫുഡ് ഞാൻ ഇടിയപ്പവും മുട്ടക്കറിയും ഓർഡർ ചെയ്തു. തെറാപ്പിസ്റ്റ് ഡോക്ടർ അപ്പോഴേ അങ്ങ് പോയി കേട്ടോ. എന്നിട്ട് കിടന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് വരുന്നതിന് മുന്നേ ഒന്നുകൂടെ നടന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒന്നുകൂടെ നടക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ചെയ്യിപ്പിച്ചു. എന്നോട് ഭയങ്കര ദേഷ്യം കയറ്റമൊക്കെയാണ് കേട്ടോ, എങ്കിലും ചെയ്യുകയും ചെയ്തു കേട്ടോ. പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ചെയ്യുന്നുണ്ട്. അതിലും ഇതൊന്ന് റിക്കവറായി കിട്ടിയിരുന്നെങ്കിൽ അമ്മ രക്ഷപ്പെട്ടു. 1 മാസത്തെ ബുദ്ധിമുട്ടുണ്ടെന്നാണ് തോന്നുന്നു. 1 മാസം കൊണ്ട് എല്ലാം ഓക്കെ ആയി, നല്ല രീതിയിൽ നടന്ന് ഓടിച്ചാടിയൊക്കെ പോകാൻ പറ്റട്ടെ അല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊക്കെ വന്നപ്പോൾ ഒന്നും ഓക്കെ ആയി. 2 ഇടിയപ്പം പറഞ്ഞു, അതിൽ പകുതി ഇടിയപ്പവും മുട്ടയുടെ വൈറ്റും മാത്രമാണ് കഴിച്ചത്. പിന്നെ കുറച്ച് മാതളം കൂടി പൊളിച്ച് വെച്ച് കൊടുത്തു. അതും കൂടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ കഴിച്ചുള്ളൂ കേട്ടോ. കഴിച്ചിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങിയില്ല. എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സീരിയലൊക്കെ കാണാമെന്ന് പറഞ്ഞിരുന്നിട്ട് സീരിയലാണല്ലോ, ഒന്നും നടന്നില്ല. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷമായിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ.